കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ പോയ സമയത്താട്ടോ മിൽമയുടെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സിൻ്റെ ഒരു പാക്കറ്റ് കണ്ടിട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ലോങ് ലൈഫ് മിൽമയുടെ പാലും കൂടെ ഫ്രീ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഫ്രീ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ, കാരണം പാൽ അതിലുണ്ടല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചു. അത് ജസ്റ്റ് ഇതാ പൊട്ടിച്ച് നോക്കിയപ്പം അതിൽ ഒരു ഇൻസ്റ്റൻ്റായിട്ടുള്ള പാലട മിക്സിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പായസം എന്ന് പറയുമ്പോൾ നമുക്ക് ഉരുളിയാണല്ലോ അല്ലേ, പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ഉരുളി വാങ്ങിയതിന് ശേഷം പായസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമ്മൾ അതിലേക്ക് ആ ഒരു പാൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ അതിന് നമുക്ക് വേണ്ടത് 1 ലിറ്റർ പാലാണ്. നമുക്ക് 1 ലിറ്റർ പാലേ ഫ്രീ കിട്ടിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഒരു പാക്കറ്റ് പാലും കൂടെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മളിതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ആ ഒരു പാലിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആ ഒരു പാലട മിക്സ് കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയ സമയത്ത് കുറേ വീഡിയോസ് കണ്ടു. കുറേ പേര് ഇതിൽ നെയ്യും കാഷ്യൂനട്ടും ഒക്കെ വറുത്തിട്ടിടുന്നതൊക്കെ കണ്ടു കേട്ടോ. ഞാൻ പക്ഷേ ഒന്നും ചേർത്തിട്ടില്ല. എനിക്ക് തോന്നി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം, അപ്പോൾ അതിലൊരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ നമ്മളിതാ ഏകദേശം ഒരു 15 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്നൊരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക. ഒന്ന് ഇടയ്ക്കൊന്ന് ഇങ്ങനെ അടി പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മേലെ ഭാഗത്ത് ഒരു പിങ്ക് കളറൊക്കെ ഇങ്ങനെ ആ ഒരു പതയുടെ കൂടെ കാണുന്നുണ്ട്, നല്ലൊരു കളറായിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം 15 മിനിറ്റ് ആയപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു പായസമില്ലേ, നല്ല പിങ്ക് കളർ ഒരു പാലട പായസം, എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിറങ്ങിപ്പോവും, പക്ഷെ എന്നാലും അത് ഭയങ്കര ഇഷ്ടമാട്ടോ കഴിക്കാൻ. അപ്പോൾ നമ്മളിതാ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കിയപ്പോൾ ആ ഒരു പിങ്ക് കളറൊന്നും കാണുന്നില്ല, വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ശരിക്കും 100% ആ ഒരു നല്ല ലൈറ്റ് പിങ്ക് കളറിൽ ഒരു ബേബി പിങ്ക് ആയിട്ടുള്ളൊരു കളറിലുള്ള പായസമായിരുന്നു കേട്ടോ. അപ്പം നമ്മളത് ജസ്റ്റ് ഒന്നിങ്ങനെ സെർവ് ചെയ്യുന്നുണ്ട്. സംഭവം അതിൻ്റെ ആ ഒരു സ്മെല്ലാണെങ്കിൽ കറക്റ്റ് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്മെല്ലൊക്കെ ആയിരുന്നു കേട്ടോ. സമയമില്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഇനിയിപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ടൈപ്പ് പായസം നമ്മൾ നെയ്യോ കാഷ്യൂനട്ടൊക്കെ ഇടാതെ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കാം.